ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞു നിർത്തിയത്? ഇർഫാൻ ആലവുമായിട്ടുള്ള ഇൻ്റർവ്യൂ അല്ലേ? ഇർഫാൻ ആലം എന്ന് പറയുന്ന എൻ്റർപ്രണറുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പോൾ അതേതാണ്? പേജ് നമ്പർ 80 ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? നമുക്ക് നോക്കാം ഏതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ ടെക്സ്റ്റൊക്കെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു ടെക്സ്റ്റ് അവിടെ നിങ്ങളൊക്കെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈ നന്നായിട്ട് നോട്ട്സും മറ്റുമൊക്കെ തന്നെ വീട്ടിൽ നിന്ന് എഴുതി നോക്കുകയും ഒക്കെ തന്നെ ചെയ്യണേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഡസ് സമ്മാൻ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മൈക്രോ ഫിനാൻസിങ്? മൈക്രോ ഫിനാൻസിലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊരു ഇൻവോൾവ്മെന്റ് സമ്മാൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡസ് സമ്മാൻ ഗെറ്റ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മൈക്രോ ഫിനാൻസിങ്? Okay, no, we do not directly microfinance the rickshaw-pullers. We just enable the rickshaw-pullers to get finance from the banks instead of paying rent for decades. The rickshaw-pullers only pay their bank loan as installments and eventually become the owners of the rickshaws. എന്താ സംഭവിക്കുന്നേ? No, we do not directly microfinance the rickshaw-pullers. ഈ rickshaw-pullersന് ഡയറക്റ്റ് ആയിട്ടൊരു മൈക്രോ ഫിനാൻസ് അവിടെ നൽകുന്നില്ല. We just enable the rickshaw pullers. നമ്മൾ ആ rickshaw pullers-നെ പ്രാപ്തരാക്കുന്നുണ്ട്. We just enable the rickshaw pullers to get a finance from the banks. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതിന് അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെന്റ് ഫോർ ഡീക്കേഡ്സ്, ദ റിക്ഷാ പുള്ളേഴ്സ് ഓൺലി പേ ദ ബാങ്ക് ലോൺ ആസ് ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് ഇവൻച്വലി ബിക്കം ദ ഓണേഴ്സ് ഓഫ് റിക്ഷാസ് അല്ലേ? അപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ വാടകയ്ക്ക് വണ്ടി എടുത്ത് ഓടിച്ചിട്ട് അതിൻ്റെ വാടക കൊണ്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് വാഹനം ഓടിച്ചിട്ട് ഈ വാടക കൊടുക്കുന്ന പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബാങ്കുകളിൽ അടയ്ക്കുമ്പോഴേക്ക് അത് അടച്ചു തീരുമ്പോഴേക്ക് ഈ വാഹനം എന്താവും? ഈ റിക്ഷാ പുള്ളേഴ്സിന്റെ സ്വന്തമാവും, അവരതിൻ്റെ ഓണേഴ്സ് ആവും. അതല്ലേ കുറച്ചുകൂടെ നല്ലത്? തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് ആ ഒരു സ്വന്തം വാഹനമാണ് ഓടിക്കുന്നത് എന്നുള്ള ഒരു അഭിമാന ബോധവും അവരിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അല്ലെ? അതിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് റിക്ഷാ പുള്ളേഴ്സിനെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്ന കാര്യം? ഓക്കെ ആണല്ലോ? യെസ്, കേട്ടോളൂ. Does someone get directly involved in microfinancing? No, we do not directly microfinance the rickshaw pullers. We just enable the rickshaw pullers to get a finance from the banks instead of paying rent for decades. The rickshaw pullers only pay the bank loan as installments and eventually become the owners of the rickshaws. Aren't cycle rickshaws a dying breed? അടുത്ത ചോദ്യമാണ്. Aren't cycle rickshaws a dying breed? ഈ സൈക്കിൾ റിക്ഷാസ് ഒക്കെ അതിൻ്റെയൊക്കെ ഉപയോഗം ഇപ്പോൾ കുറഞ്ഞു വരികയാണോ? Rickshaws, അതിന്റെ ആൻസർ എന്താ പറയുന്നത്? Rickshaws continue to be a popular mode of transportation in most parts of our country. The number of rickshaws in New Delhi has actually increased by 20% in the last 2-3 years. The reason for this increase is that it has become the choicest form of transport to carry passengers to and from the metro stations. Also, I personally think rickshaws are the vehicles of the future. They are environment friendly. We have an R&D wing that is working on a solar powered fiber glass rickshaws. Aren't cycle rickshaws a dying breed? സൈക്കിൾ റിക്ഷാസ് എന്ന് പറയുന്ന ഒരു ഡൈയിങ് ബ്രീഡ് ആണോ? ഇത് ശരിക്കും ഉപയോഗം കുറഞ്ഞു വരികയാണോ? Rickshaws continue to be a popular mode of transportation in most parts of the country. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഒരു പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് റിക്ഷാസ് മാറുന്നുണ്ട്. The number of rickshaws in New Delhi has actually increased by 20% in the last 2-3 years. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഡൽഹിയിൽ അവരുടെ എന്താ പറയുക ഈ ഒരു റിക്ഷാസിന്റെ എണ്ണം 20% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് റിക്ഷാസ് ഇൻ ന്യൂ ഡൽഹി ഹാസ് ആക്ച്വലി ഇൻക്രീസ് ബൈ 20% ഇൻ ദ ലാസ്റ്റ് 2-3 years. ദ റീസൺ ഫോർ ദിസ് ഇൻക്രീസ് ഇസ് ദാറ്റ്, ഈ ഇൻക്രീസിന്റെ റീസൺ എന്ന് പറയുന്നത്, റീസൺ ഫോർ ദിസ് ഇൻക്രീസ് ഇസ് ദാറ്റ് ഇറ്റ് ഹാസ് ബിക്കം ദ ചോയ്സസ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി പാസഞ്ചേഴ്സ് ടു ആൻഡ് ഫ്രം ദ മെട്രോ സ്റ്റേഷൻസ്. മെട്രോ സ്റ്റേഷനിലേക്കും തിരിച്ചുകൊക്കെയുള്ള യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനുമൊക്കെ ഉള്ള ഒരു ചോയ്സസ് ഫോം ഓഫ് ട്രാൻസ്പോർട്ട് ആയിട്ട് ഏത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്? ഈ റിക്ഷാസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓൾസോ ഐ പേഴ്സണലി തിങ്ക്, ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്, റിക്ഷാസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ.
ഈ ഫ്യൂച്ചറിലെ ഒരു വെഹിക്കിൾ ആയിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? റിക്ഷാസിനെ കണക്കാക്കുന്നത്. ആൾസോ ഐ പേഴ്സണലി തിങ്ക് റിക്ഷാസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ. ദേ ആർ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി. അവ എങ്ങനെയുമാണ്? അവ എൻവയോൺമെന്റ് ഫ്രണ്ട്ലിയുമാണ്. ഇത് ഈ റിക്ഷാസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. Also, I personally think rickshaws are the vehicles of the future. They are environment friendly. We have an R&D wing that is working on a solar powered fiberglass rickshaws. We have an R&D wing. നമുക്ക് R&D wing. R&D wing means research and development wing that is working on a solar powered fiberglass rickshaws. സോളാർ പവേർഡ് ആയിട്ടുള്ള ഫൈബർ ഗ്ലാസ് റിക്ഷാസ് ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. We have an R&D wing that is working on a solar powered fiberglass rickshaws. അടുത്ത ചോദ്യം, what were your experiences at the Presidential Entrepreneurship Summit at the United States? അല്ലേ, what were your experience at the Presidential Entrepreneurship Summit at the United States? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ച് നടത്തിയ പ്രസിഡൻഷ്യൽ എന്റർപ്രണർഷിപ്പ് സമ്മിറ്റിൽ ഉണ്ടായ താങ്കളുടെ അനുഭവങ്ങൾ എന്തായിരുന്നു? എന്താ ചോദ്യം? What were your experiences at the Presidential Entrepreneurship Summit at the United States? I met some truly great people. ഞാൻ അവിടെ ഒത്തിരി ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു. I was indeed honored to talk to the Nobel Prize laureate Muhammad Yunus. He invited me to the Bangladesh to help set up a similar organization for the rickshaw workers there. I met some truly great people. ഞാൻ ഒത്തിരി ഗ്രേറ്റ് ആയ ആൾക്കാർ അവിടെ കണ്ടു. I was indeed honored to talk to the Nobel Prize laureate Muhammad Yunus. അവിടെ വെച്ച മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നൊബേൽ പ്രൈസ് ലോറിയേറ്റ് ഞാൻ കണ്ടു. He invited me to Bangladesh to help set up a similar organization for the rickshaw workers there. അദ്ദേഹം എന്നെ ബംഗ്ലാദേശിൽ ക്ഷണിക്കുകയും ചെയ്തു. ഈ റിക്ഷ വർക്കേഴ്സിന് വേണ്ടിയുള്ളൊരു സിമിലർ ഓർഗനൈസേഷൻ ബംഗാളിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്നെ ബംഗ്ലാദേശിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. He invited me to Bangladesh to help set up a similar organization for the rickshaw workers there. What is your advice to students on entrepreneurship? Entrepreneurship സ്റ്റുഡൻസിന് താങ്കൾക്കുള്ള അഡ്വൈസ് എന്താണ്? അവരോട് താങ്കൾക്കുള്ള ഉപദേശം എന്താണ്? What is your advice to students on entrepreneurship? An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. People generally discourage youth from treading this path, but it is time to start thinking about entrepreneurship as a career, and as it can be an important tool to tackle unemployment in the country. What is your advice to students on entrepreneurship? എന്റർപ്രണർഷിപ്പ് സ്റ്റുഡൻസിനെ കുറിച്ചുള്ള ആ കുട്ടികളോട് താങ്കളുടെ ഉപദേശം എന്താണ്? ആൻ എന്റർപ്രണർ ഈസ് വൺ ഹു ഐഡന്റിഫൈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു എന്റർപ്രണർ എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺ ഹു ഐഡന്റിഫൈസ് ഓപ്പർച്യൂണിറ്റി. ഒരു ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുകയും ആൻഡ് പുട്ട്സ് കോൺഷ്യസ് എഫേർട്സ് ടു മേക്ക് ഇറ്റ് ആൻ എന്റർപ്രൈസ്. അതിലൊരു കോൺഷ്യസ് എഫേർട്ട് നടത്തുകയും ചെയ്യുന്നു. അതൊരു ഫുൾ എന്റർപ്രൈസ് ആക്കി മാറ്റാനായിട്ട് ഒരു കോൺഷ്യസ് ആയി എഫേർട്ട് എടുക്കുകയും ചെയ്യുന്നു, അല്ലെ? പൂർണ്ണമായിട്ടും അതിനുവേണ്ടി ഇറങ്ങിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരാളിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ കഴിയുക? എന്റർപ്രണർ എന്ന് പറയാൻ കഴിയുക. An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. Clear ആണല്ലോ പറയുന്ന കാര്യം? An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. People generally discourage youth from treading this path. സാധാരണ ചെറുപ്പക്കാരെ ആൾക്കാരെ ഇങ്ങനെയുള്ള വഴികൾ വിട്ടുതെളിച്ചെടുക്കുന്നതിൽ ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് എന്റർപ്രണർഷിപ്പ് ആസ് എ കരിയർ. പക്ഷേ എന്റർപ്രണർഷിപ്പ് ഒരു കരിയറാക്കി മാറ്റുന്നതിനെ കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് എന്റർപ്രണർഷിപ്പ് ആസ് എ കരിയർ. And it can be an important tool to tackle unemployment in the country. നമ്മുടെ രാജ്യത്തുള്ള അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കുവാൻ, അൺഎംപ്ലോയ്മെന്റ് എന്ന തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൂൾ കൂടിയാണത്. But it is time to start thinking about entrepreneurship
as a career and it can be an important tool to tackle unemployment in the country. നമ്മുടെ രാജ്യത്തുള്ള അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കുവാനും ഇതൊരു പ്രധാനമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കരുതുന്നു. എന്നുള്ളത് നോക്കിക്കോളൂ. An entrepreneur is one who identifies an opportunity and puts in conscious efforts to make it an enterprise. People generally discourage youth from treading this path, but it is time to start thinking about entrepreneurship as a career and it can be an important tool to tackle unemployment in the country. It is important to dream, but it is equally important to take calculated risk to achieve your dream. It is important to dream. നമുക്ക് സ്വപ്നം കാണുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടു ടേക്ക് കാൽക്കുലേറ്റ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. നമ്മൾ ഒരു കാൽക്കുലേറ്ററായ റിസ്കുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് സെന്റൻസ് ആണ് കേട്ടോ. നമുക്ക് സ്വപ്നങ്ങൾ കാണുവാൻ, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് സ്വപ്നങ്ങൾ കാണുവാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ആ സ്വപ്നം കണ്ട പൊസിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ, റിസ്കുകൾ എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉയരത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? It is important to dream, but it is equally important to take calculated risk to achieve your dream. നോക്കൂ, ലാസ്റ്റ് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ? Thank you very much for sparing the time to talk to us. We wish you the very best for your unique journey. Thanks. It is with the blessing of my mentors and well-wishers that I carry my journey forward. Thank you very much for sparing the time to talk to us. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിന് വളരെ നന്ദി. വി വിഷ് യു ദ വെരി ബെസ്റ്റ് ഫോർ യുവർ യുണീക്ക് ജേർണി. താങ്കളുടെ മുന്നോട്ടുള്ള ഈ പാതയിൽ നമ്മളെല്ലാ ആശംസകളും നേരുന്നു. എന്താ മറുപടി പറയാ? താങ്ക്സ്. ഇറ്റ് ഈസ് ദ ബ്ലെസ്സിങ് ഓഫ് മൈ മെന്റേഴ്സ് അല്ലെ? ഇറ്റ് ഈസ് ദ ബ്ലെസ്സിങ് ഓഫ് മൈ മെന്റേഴ്സ്. എൻ്റെ മാർഗനിർദ്ദേശകരുടെയും അതുപോലെ തന്നെ വെൽ വിഷേഴ്സിന്റെയും അഭ്യുദയകാംക്ഷികളുടെയും സഹായത്താലാണ്, അവരുടെ അനുഗ്രഹത്താലാണ് എനിക്ക് ഇത്രയും മുന്നോട്ട് സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ സ്പെയറിംഗ് ദ ടൈം ടു ടോക്ക് ടു us. We wish you the very best for your unique journey. Thanks. It is with the blessings of my mentors and well-wishers that I carry my journey forward. അവരുടെയൊക്കെ തന്നെ എൻ്റെ മാർഗനിർദ്ദേശകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഒക്കെ സഹായത്താലാണ്, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്താലാണ് എനിക്ക് ഈ പ്രതീക്ഷിക്കുന്ന ഉയരത്തിലേക്ക് പോകുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അവരാണ് എന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും അല്ലേ? Thank you very much for sparing the time to talk to us. We wish you the very best for your unique journey. Thanks. It is the blessings of my mentors and well-wishers that I carry my journey forward. ഇതാണ് നമ്മുടെ സുജാത രാമപ്രസാദും ഇർഫാൻ ആലുവുമായിട്ടുള്ള ഇന്റർവ്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞു നിർത്തിയ ഈ ഒരു ഭാഗം. ഇതാണ് എ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം, നമുക്ക് അയച്ചു തരാം. എത്രത്തോളം നിങ്ങൾ ഇതിനകത്തുനിന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യണമെന്നും. അപ്പോൾ ഇതിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി എന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർവ്യൂ ഇതുപോലുള്ള എമിനൻ്റ് പേഴ്സണാലിറ്റീസിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ എഴുതുവാനായിട്ട് ചോദിച്ചേക്കാം അല്ലേ? അപ്പോൾ ഇൻ്റർവ്യൂവിന് 4-5 ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എവിടെ ജനിച്ചു, എന്താണ് പേരെന്ന്, അങ്ങനെയല്ല ചോദിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഫോർമാറ്റ് അല്ല. ഇതേപോലെ അവരേത് മേഖലയിലാണോ പ്രശസ്തരായിരിക്കുന്നത് അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ. അല്ലെങ്കിൽ കൂടെ നമുക്ക് ശരിക്കും പേപ്പർ വാല്യൂ ചെയ്യുമ്പോഴേക്ക് ആ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ടും ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഒരു എമിനന്റ് പേഴ്സണാലിറ്റി ഇന്റർവ്യൂ ചെയ്യാനുള്ള ചോദ്യം ഉണ്ടാവാം പരീക്ഷയ്ക്ക് അല്ലോ. അപ്പോൾ ഇതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റ് ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാഠഭാഗം അടുത്തൊരു പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം. ഏതാണ് ഈ എന്താ പറയുക, നമ്മുടെ 3rd ബ്ലോക്കിൽ തന്നെയുള്ള അടുത്തൊരു പാഠഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ദീദി എന്ന് പറയുന്ന ഷഹീൻ മിസ്രിയുടെ ഒരു പാഠഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം അല്ലേ? അപ്പോൾ ശരിക്ക് ആ ഒരു ഷഹീൻ മിസ്രിയെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 94 എന്ന് എടുത്തോളൂ. എത്ര പേജ് നമ്പർ എത്രയാണ്? 94 അല്ലേ? 94 പേജ് നമ്പർ ഒന്ന് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ദീദി.
നമുക്ക് ആ റൈറ്ററെ കുറിച്ചൊന്ന് കേൾക്കാം. കേട്ടോളൂ. ഷഹീൻ മിസ്രി is an Indian social activist and educator. She is a founder of Aganshka Foundation, an Indian educational initiative in Mumbai and Pune, and is also the CEO of Tech4 India since 2008. Shaheen Misri was born in Mumbai, India. She had an international upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia, and the United States, and she moved countries with her father, a senior banker with the City Group. After attending the boarding school in Connecticut, she moved to India for higher education. She graduated with a BA degree in sociology from St. Xavier's College, University of Mumbai, and later obtained a master's in education from the University of Manchester. Before launching at the Aganshka Foundation, Shaheen's interest in children's education led her to volunteer as a teacher in diverse organizations in Mumbai, such as the Happy Home and the School for the Blind and EAR School for the Hearing Impaired. നോക്കിക്കോളൂ. ഷഹീൻ മിസ്രി, ആൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ലെ. ഷഹീൻ മിസ്രി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റും ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകയും ഒരു എഡ്യൂക്കേറ്ററുമാണ് അല്ലെ, ഒരു വിദ്യാഭ്യാസ വിചക്ഷണയുമാണ്. ആര് എന്ന് പറയുന്നത്? ഷഹീൻ മിസ്രി എന്ന് പറയുന്നത്. ഷീ ഈസ് ദ ഫൗണ്ടർ ഓഫ് ആഗാൻഷ്ക ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ ഒരു ഫൗണ്ടറും കൂടിയാണ് ഷഹീൻ മിസ്രി. ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ഇനിഷ്യേറ്റീവ് ഇൻ മുംബൈ ആൻഡ് പൂനെ അല്ലെ. മുംബൈയും പൂനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ആണിത്. ആൻഡ് ഈസ് ആൾസോ ദ CEO ഓഫ് ദ Tech4 India in 2008 അല്ലെ. 2008 മുതൽ ടെക്കിന്റെ സിഇഒയും കൂടിയാണ് ആര് എന്ന് പറയുന്നത്? ഷഹീൻ മിസ്രി. ഓക്കെ, കേട്ടോളൂ. ഷഹീൻ മിസ്രി ഈസ് ആൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഷീ ഈസ് എ ഫൗണ്ടർ ഓഫ് ദി Aganshka Foundation and Indian Education Initiative in Mumbai and Pune, and is also the CEO for the Tech4 India since 2008. Shaheen Misri was born in Mumbai, India. She had an international upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia, and the United States, as she moved countries with her father, a senior banker with the City Group. Okay, she had an international upbringing. ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു അപ്ബ്രിംഗ്. ഇന്റർനാഷണൽ മീൻസ് പല സ്ഥലങ്ങളിൽ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഷഹീൻ മിസ്രിക്ക് ഉണ്ടായി. എങ്ങനെ? ഏതൊക്കെ രാജ്യങ്ങളിലാ? ഷി ഹാഡ് ആൻ ഇന്റർനാഷണൽ അപ്ബ്രിംഗിങ് ആൻഡ് ഗ്രൂ അപ്പ് ഇൻ വേരിയസ് കൺട്രീസ് ഇൻക്ലൂഡിങ് ഏതൊക്കെ കൺട്രീസ് ഉണ്ടായത്? ലെബനോൺ ഉണ്ട്, ഗ്രീസില്, സൗദി അറേബ്യയില്, ഇന്തോനേഷ്യയില്, ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സില്. എങ്ങനെ? ആസ് ഷി മൂവ്ഡ് കൺട്രീസ് വിത്ത് ഹർ ഫാദർ. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ഷഹീൻ മിസ്രിയുടെ ഫാദറിനോടൊപ്പം, ഫാദർ എന്ന് പറയുന്നത് സിറ്റി ഗ്രൂപ്പിലെ ഒരു സീനിയർ ബാങ്കറാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരേ സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നതുകൊണ്ട് നമ്മുടെ ഷഹീൻ മിസ്രിക്ക് ഇതുപോലുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുവാനും ഒരു ഇന്റർനാഷണൽ അപ്ബ്രിംഗിങ് വരുവാനും സാധിച്ചു എന്നാണ് പറയുന്നത്. ഇന്റർനാഷണലായിട്ട് പലയിടത്തായിട്ട് വളരുവാനും സാധിച്ചു. ആയിക്കോളൂ. Shaheen Misri was born in Mumbai, India. She had an international upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia, and the United States, as she moved countries with her father, a senior banker with the City Group. After attending boarding school in Connecticut, കണക്കല്ലേ ആ ബോർഡിംഗ് സ്കൂളിലെ അറ്റൻഡ് ചെയ്തതിനു ശേഷം she moved to India for higher education.
അവർ ഇന്ത്യയിലേക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വന്നു. She graduated with a BA degree in sociology from St. Xavier's College, University of Mumbai, and later obtained a master's in education from the University of Manchester. She graduated with a BA degree in sociology from St. Xavier's College. St. Xavier's കോളേജിൽ നിന്ന് BA സോഷ്യോളജിയിലെ ഡിഗ്രി എടുത്തു. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിൽ ആൻഡ് ലേറ്റർ ഒബ്റ്റെയിൻഡ് എ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്ററിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഡ്യൂക്കേഷനിൽ മാസ്റ്റർ ഡിഗ്രിയും സ്വന്തമാക്കി, PGയും സ്വന്തമാക്കി. Before launching an Agashka Foundation, Shahin's interest in children's education led her to volunteer as a teacher in diverse organizations in Mumbai. ഈ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിന് മുൻപ് വിവിധങ്ങളായിട്ടുള്ള മുംബൈയിലുള്ള വിവിധങ്ങളായ ഓർഗനൈസേഷനിൽ അവരൊരു ടീച്ചറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ആൻഡ് സച്ച് ആസ് ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, അല്ലേ, ഹാപ്പി ഹോമിലും അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളിലും, ആൻഡ് EAR സ്കൂൾ ഫോർ ദ ഹിയറിംഗ് ഇംപയർഡ്, അല്ലേ, EAR എന്ന് പറയുന്ന ഹിയറിംഗ് ഇംപയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ആരെന്ന് പറയുന്നത് നമ്മുടെ ഷഹീൻ മിസ്രി, അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ റൈറ്റർ എന്ന് പറയുന്നത്. ഒന്ന് കേട്ടോളൂ. ഷഹീൻ മിസ്രി ഈസ് ആൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. ഷീ ഈസ് എ ഫൗണ്ടർ ഓഫ് Agashka Foundation, an Indian educational initiative in Mumbai and Pune, and is the CEO of Tech for India since 2008. Shahin Misri was born in Mumbai, India. She had an international upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia and the United States. As she moved countries with her father, a senior banker with the Citigroup. After attending boarding school in Connecticut, she moved to India for higher education. She graduated with a BA degree in sociology from St. Xavier's College, University of Mumbai, and later obtained a master's in education from the University of Manchester. Before launching to Agashka Foundation, Shahin's interest in children's education led her to volunteer as a teacher in diverse organizations in Mumbai, such as the Happy Home and School for the Blind and EAR School for the Hearing Impaired. Okay, ക്ലിയർ ആയി കാണുമല്ലോ. അത് ഷഹീൻ മിസ്രിയെ കുറിച്ചൊന്ന് വായിച്ച് നോക്കിക്കൊള്ളാം കേട്ടോ. ഇനി നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ ഒന്ന് പറഞ്ഞ് നിർത്താം. നോക്കിക്കോളൂ, കേട്ടോളൂ. There are people who are daring enough to go to any extent to pursue their dreams. For them, success is not just about money or popularity. It is something beyond this. Many young people are into social enterprises which demand a lot of commitment and hard work. They reach out to the community in their own way to try to make a difference. For them, success means happiness for themselves and for others. The following extract is a true story of a girl as narrated by her. There are people who are daring enough to go to any extent to pursue their dreams. There are people, ചില ആൾക്കാർ, who are daring enough to go to any extent. അവർ ഏത് വിധേനയും അവർ പോകും. എന്തിനു വേണ്ടിയിട്ടാണ്? To pursue their dreams. അവരെ സ്വപ്നം നേടിയെടുക്കാനായിട്ട് അറ്റം വരെ പോകുവാനായിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്, അല്ലെ. There are people who are daring enough to go to any extent to pursue their dreams. For them, success is not just about money or popularity. അവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് is not just about money. ശരിക്കും പൈസ ഉണ്ടാക്കുന്നതോ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നതോ മാത്രമല്ല. ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് ദിസ്. അതെന്ന് പറയുന്നത് അതിനും അപ്പുറമാണ്, അല്ലേ. For them, success is not just about money or popularity. It is something beyond this. Many young people are into social enterprise which demand a lot of commitment and hard work. Many young people are into the social enterprise. പല യങ് ആയിട്ടുള്ള ആൾക്കാരും സോഷ്യൽ വർക്കിലേക്ക് വരുന്നുണ്ട്, which demand a lot of commitment and hard work. അല്ലേ, സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരുപാട് കമ്മിറ്റ്മെന്റ് അവിടെ വേണം, ഒരുപാട് ഹാർഡ് വർക്ക് വേണം. എന്നാൽ മാത്രമേ ഒരു ശരിക്കത് വിജയിക്കുകയുള്ളൂ. Many young people are into social enterprises which demand a lot of commitment and hard work. They reach out to the community with their own way and try to make a difference.
they reached to the country with their own way. അവരുടേതായ തരത്തിലേക്ക് ഉയരങ്ങളിൽ അവരെത്തുന്നു. They reached out to the country in their own way and tried to make a difference. അവർ ആ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് അവർ കണ്ടെത്തുന്നു. For them, success means happiness for themselves and for others. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും മറ്റുള്ളവർക്കും സന്തോഷം പ്രദാനം ചെയ്യുക, മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, അതിൽ നിന്നൊരു സന്തോഷം നേടിയെടുക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത്. For them, success means happiness for themselves and for others. The following extract is from the true story of a girl as narrated by her. ഇവിടെ ഈ ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് the following extract is a true story of a girl. ഒരു പെൺകുട്ടിയുടെ ട്രൂ സ്റ്റോറിയാണ് as narrated by her. അവർ തന്നെ അവരുടെ ആ സ്റ്റോറി അവിടെ നരേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഈ ഒരു ആ പൈസയ്ക്കോ ആ പ്രശസ്തിക്കോ വേണ്ടിയാ മാത്രമല്ല ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കമ്മിറ്റ്മെന്റും ഒരുപാട് ഹാർഡ് വർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ സോഷ്യൽ വർക്കിൽ മണിയോ പോപ്പുലാരിറ്റിയോ ആയിരിക്കില്ല നമ്മളെ മോട്ടീവ് എന്ന് പറയുന്നത്. ആ സോഷ്യൽ വർക്ക് ചെയ്ത് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് സന്തോഷം ഗെയിൻ ചെയ്യുക, അല്ലെ? ഒരു സാറ്റിസ്ഫാക്ഷൻ, മെന്റലി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളെ മാറുക എന്നുള്ളതാണ് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഉന്നമിടേണ്ടത്. അല്ലാതെ പോപ്പുലാരിറ്റിക്കോ മണിക്കോ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സോഷ്യൽ വർക്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടത്, അല്ലെ? അത് ആ ഒരു സന്തോഷം നേടിയെടുക്കാനായിട്ട് ഏതൊരു എക്സ്റ്റെന്റ് വരെയും പോകുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഒന്നുകൂടെ ഇൻട്രൊഡക്ഷൻ വായിച്ചു തരാം. There are people who are daring enough to go to any extent or to pursue their dreams. For them, success is not just for money or popularity. Enterprise which demand a lot of commitment and hard work. They reach out to the country in their own way and try to make a difference. For them, success means happiness for themselves and for others. The following extract is the true story of a girl as narrated by her. അപ്പോൾ നമുക്ക് സഹീൻ മിസ്റ്റിയുടെ ഇൻട്രൊഡക്ഷനോടെ നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ആ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. ഓക്കെ.